നമസ്കാരം. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ ബന്ധം അവസാനിച്ചെന്ന് US മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. എല്ലാവർക്കും ഇതൊരു പാഠമാണെന്നും ആദ്യ ട്രംപ് സർക്കാരിൽ NSA ആയി സേവനമനുഷ്ഠിച്ച ബോൾട്ടൺ പറഞ്ഞു. നരേന്ദ്രമോദിയുമായി ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് US മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞു. US പ്രസിഡന്റുമായി ഇനി അടുത്ത ബന്ധം പുലർത്തിയാലും ലോക നേതാക്കൾക്ക് വലിയ ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും ബോൾട്ടൺ പറയുന്നു. 2 പതിറ്റാണ്ടിനിടെ ഇന്ത്യ-US ബന്ധത്തിലെ ഏറ്റവും മോശം കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബോൾട്ടൺ ട്രംപിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ട്രംപ് രാജ്യാന്തര ബന്ധങ്ങളെ കാണുന്നത് നേതാക്കളുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ US-നും റഷ്യയ്ക്കുമിടയിൽ നല്ല ബന്ധമുണ്ടാകും. ഇപ്പോൾ അങ്ങനെയല്ലെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ട്രംപിന് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരിക്കാം. എന്നാൽ അത് ഒരിക്കലും ഗുണകരമാകില്ല, മോശം സാഹചര്യത്തിൽ സംരക്ഷണം നൽകുകയുമില്ല എന്നും ബോൾട്ടൺ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടി തീരുവ ചുമത്തൽ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യയിലെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ. ഇത് ഏറ്റവുമധികം പ്രതിഫലിക്കുക നടപ്പ് സാമ്പത്തിക പാദത്തിലായിരിക്കുമെന്നും അനന്തനാഗേശ്വരൻ പറഞ്ഞു. താരിഫ് നടപടി താൽക്കാലികമായിരിക്കുമെന്നാണ് അനന്തനാഗേശ്വരൻ പറയുന്നത്. നിലവിലെ സമീപനമനുസരിച്ച് ഒരു പോസിറ്റീവ് പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രാജ്യത്ത് സർക്കാർ പ്രഖ്യാപിച്ച GST ഇളവുകൾ രാജ്യത്തെ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്ന് അനന്തനാഗേശ്വരൻ പറഞ്ഞു. എന്നാൽ തീരുവ ഉണ്ടാക്കുന്ന നഷ്ടം നികത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് വരെ മാത്രമായിരുന്നു താരിഫ് ഇല്ലാതെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയുമായിരുന്നത്. അതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പ്രതിഫലനവും അത്തരത്തിലായിരിക്കും പ്രകടമാവുക എന്നും അനന്തനാഗേശ്വരൻ പറഞ്ഞു. അതേസമയം തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് വ്യക്തമാക്കി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ റഷ്യയെക്കാളും ചൈനയെക്കാളും ഇന്ത്യക്ക് അടുപ്പം US-നോടാണെന്നും സ്കോട്ട് ബെസന്റ് പറഞ്ഞിരുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ന്യൂഡൽഹിക്കും വാഷിംഗ്ടണും തീർക്കാവുന്നതേ ഉള്ളൂ എന്നും സ്കോട്ട് ബെസന്റ് പ്രതികരിച്ചിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെയും ബെസന്റ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആശങ്കയും ബെസന്റ് അറിയിച്ചു. ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന കൂടിക്കാഴ്ചയെ പ്രകടനാത്മകം എന്നാണ് ബെസന്റ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ മഹത്തരമായ 2 രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ അടിത്തറയുണ്ടാക്കണമെന്നും ബെസന്റ് വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് 200% വരെ തീരുവ ചുമത്തിയേക്കുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1-2 വർഷം കൊണ്ടായിരിക്കും മരുന്ന് തീരുവ പ്രാബല്യത്തിലാക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. കമ്പനികൾക്ക് കൂടുതൽ മരുന്നുകൾ സംഭരിക്കാനും മരുന്ന് നിർമ്മാണം പൂർണ്ണമായും US-ലേക്ക് മാറ്റുന്നതിനുമാണ് ഈ സമയം ഉപയോഗിക്കുക. അധികാരത്തിലേറിയതിന് തൊട്ടുപിന്നാലെ ആരംഭിച്ച വ്യാപാര യുദ്ധത്തിൽ ട്രംപ് ഇളവ് നൽകിയിരുന്ന പ്രധാന മേഖല മരുന്നിനായിരുന്നു. പതിറ്റാണ്ടുകളായി വിദേശ മരുന്നുകൾ തീരവില്ലാതെയാണ് US-ൽ ഇറക്കുമതി ചെയ്യുന്നത്. യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവ ഏർപ്പെടുത്താൻ നേരത്തെ US തീരുമാനിച്ചിരുന്നു. മരുന്ന് വില കുറയ്ക്കുമെന്നായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന്. എന്നാൽ ഇറക്കുമതി തീരുവ ചുമത്തുന്നതോടെ US-ൽ മരുന്നുകളുടെ വില ഉയരും. വിദേശ നിർമ്മിതമായ ജനറിക് മരുന്നുകൾക്ക് ക്ഷാമവും നേരിടും. അമേരിക്കക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം പോലും ഉയരുമെന്ന് വിദഗ്ധർ പറയുന്നു. ട്രംപിന്റെ നീക്കത്തെ തുടർന്ന് അമേരിക്കയിലെ ഭൂരിഭാഗം ഔഷധ നിർമ്മാതാക്കളും മരുന്നിറക്കുമതി കൂട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ മരുന്ന് കയറ്റുമതിയുടെ പ്രധാന വിപണികളിലൊന്നാണ് US. നിലവിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന മരുന്നുകളുടെ 31% അമേരിക്കയിലേക്കാണ് പോകുന്നത്. റഷ്യൻ എണ്ണയുടെ പേരിൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ US 50% ഉയർത്തിയിരിക്കെ മരുന്നിന് കൂടി തീരുവ ചുമത്തിയാൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. പൊതുസ്ഥലങ്ങളിലെ പ്രാർത്ഥന നിരോധിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ കാനഡിയൻ പ്രവിശ്യയായ ക്യൂബക് മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്ന് സർക്കാർ അറിയിച്ചു. പ്രാർത്ഥനകൾ പ്രാർത്ഥനാലയങ്ങളിൽ നടത്തേണ്ടതും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തതുമായിരിക്കണമെന്ന നിലപാടിലാണ് ക്യൂബക് സർക്കാർ. അതിനാൽ പൊതുസ്ഥലങ്ങളിലെ പ്രാർത്ഥനകൾ നിരോധിക്കുകയും അതുവഴി മതേതരത്വം ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്നും പ്രീമിയർ ഫ്രാങ്കോയിസ് ലെഗാട്ടോ പറഞ്ഞു. പൊതു പാർക്കുകളിലോ തെരുവുകളിലോ ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഫ്രാങ്കോയിസ് കൂട്ടിച്ചേർത്തു. ഇതിനെതിരെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്തു വന്നിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾ വർദ്ധിക്കുന്നതും
പ്രത്യേകിച്ച് സമീപകാലത്ത് പാലസ്തീനെ പിന്തുണച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മോൺട്രിയയിലെ നോട്രഡാം ബസലിക്കയുടെ മുന്നിൽ ഒരു കൂട്ടം മുസ്ലിം പുരുഷന്മാർ ഇസ്ലാമിക പ്രാർത്ഥനയായ സലാഹ് നടത്തിയതിനെയും ഫ്രാങ്കോയിസ് ചൂണ്ടിക്കാട്ടി. നിയമനിർമ്മാണം സെപ്റ്റംബർ അവസാനത്തോടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവിശ്യയിൽ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സ്വതന്ത്ര കമ്മീഷൻ നിർദ്ദേശിച്ച നടപടികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ബിൽ തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2023 ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ പൊതുസ്ഥലത്ത് ധരിക്കുന്നത് നിരോധിക്കുന്ന ബിൽ 93 പാസാക്കുന്നതിലൂടെ ക്യൂബയ്ക്ക് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് വിവിധ മുസ്ലിം ഗ്രൂപ്പുകൾ നിർദ്ദിഷ്ട നടപടിക്കെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. നാഷണൽ കൗൺസിൽ ഓഫ് കനേഡിയൻ മുസ്ലിമുകളുടെ CEO സ്റ്റീഫൻ ബ്രൗൺ നിയമനിർമ്മാണം മുസ്ലിമുകളുടെ മൗലിക അവകാശങ്ങൾക്ക് ഹാനികരമാണെന്ന് പറഞ്ഞു. US-നെതിരെ ചൈന, റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്നും ഏറ്റവും ശക്തമായ സൈന്യം US-ന്റേതാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ആരോപണം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത്. പരേഡിൽ പുതിയ ആണവ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ എത്തിക്കാനുള്ള പുതിയ റോഡ് ബൗണ്ട് മിസൈൽ, പുതിയ ലേസർ ആയുധം, റോബോട്ടിക് ഡോഗ്, ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പുതിയ സൈനിക ഹാർഡ്വെയറുകൾ ചൈന പ്രദർശിപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശിക്കാനെത്തുകയും ചെയ്തു. ഇതെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് US-നെതിരെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗൂഢാലോചന നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. US-നെതിരെ ഗൂഢാലോചന നടത്തുന്നതിന് എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിം ജോങ് ഉന്നിനെയും അറിയിക്കുക എന്ന് ഷിയെ അഭിസംബോധന ചെയ്ത് ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ US നൽകിയ പിന്തുണയെ നിസാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തിയെഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ അതൃപ്തിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടണമെന്നും ട്രംപ് കുറിച്ചു. ചൈനീസ് ജനതയ്ക്ക് ആശംസ അറിയിക്കുവാനും ട്രംപ് മറന്നിട്ടില്ല. തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങളുടേതാണ്. അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിർദ്ദേശത്തെ അപലപിച്ച് കത്തോലിക്ക സംഘടനയായ മൊബിലൈസിംഗ് നെറ്റ്വർക്ക് അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആർക്കും വധശിക്ഷ നൽകണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടിനെ വിമർശിച്ചാണ് ഈ കത്തോലിക്ക സംഘടന രംഗത്ത് വന്നിരിക്കുന്നത്. വാഷിംഗ്ടണിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആർക്കും വധശിക്ഷ നൽകണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് എതിരായാണ് ഒരു കത്തോലിക്ക സംഘടനയായ കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്ക് രംഗത്ത് വന്നിരിക്കുന്നത്. US തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ പരമാവധി വധശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തും. ഇത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രതിരോധ നടപടിയാണ്. ഈ നിർദ്ദേശം എല്ലാവരും ഐക്യകണ്ഠേന സമ്മതിക്കുന്നുവെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. മറ്റ് അമേരിക്കൻ നഗരങ്ങളെ പോലെ വാഷിംഗ്ടൺ DC-യും കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവയെ അവഗണിക്കുവാൻ കഴിയില്ലെന്നും എന്നാൽ പ്രതിവിധി വധശിക്ഷയായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഏറ്റവും തെറ്റായൊരു സമീപനമാണെന്ന് കാത്തലിക് മൊബിലൈസേഷൻ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് ക്രിസാൻ വയലൻകോട്ട് മർഫി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ചെയ്ത കുറ്റകൃത്യത്തിന് സമാനമായി വധശിക്ഷ ഫലപ്രദമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നില്ല എന്നും സംഘടന വ്യക്തമാക്കി. വധശിക്ഷയെ എതിർക്കുന്നതിനും തടവിലാക്കപ്പെട്ട ആളുകളുടെ മാനുഷിക അന്തസ്സ് സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികളിൽ അമേരിക്കൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്ക്. ഒരു സാഹചര്യത്തിലും വധശിക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക്ക സഭ 2018 പ്രഖ്യാപിച്ചിരുന്നു. ഒരു മനുഷ്യവ്യക്തിയുടെ അന്തസ്സിന്റെ മേലുള്ള കടന്നാക്രമണമായിട്ടാണ് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭ വധശിക്ഷയെ കാണുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2009 US ആസ്ഥാനമാക്കിയാണ് കത്തോലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിംഗ് പ്രവർത്തനം ആരംഭിച്ചത്. കത്തോലിക്ക സഭയിലെ ആത്മായ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്ന ഈ സംഘടന US-ലെ മെത്രാൻ സമിതിയോട് ചേർന്നാണ് പ്രവർത്തനം നടത്തുന്നത്. സുവിശേഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് കുറ്റവാളികളെ പരമാവധി മരണശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കുകയാണ് സംഘടനയുടെ
പാപ്പയുടെ പ്രധാന പ്രവർത്തന മണ്ഡലം. വിദ്യാഭ്യാസത്തിലൂടെയും പ്രാർത്ഥനയുടെയും വർക്ക്ഷോപ്പുകൾ, ക്യാമ്പയിനുകൾ എന്നിവയിലൂടെയും മനുഷ്യമാഹാത്മ്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതും കത്തോലിക്ക മൊബിലൈസിംഗ് നെറ്റ്വർക്കിന്റെ ദൗത്യങ്ങളിൽ ഒന്നാണ്. പല US സ്റ്റേറ്റുകളിൽ നിന്നും പരമാവധി വധശിക്ഷ ഒഴിവാക്കുവാൻ കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിങ്ങിന് സാധിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ലിയോ 14 പാപ്പായുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം വത്തിക്കാൻ പ്രസിദ്ധപ്പെടുത്തി. എല്ലാ സൃഷ്ടികളുമായി നല്ല ബന്ധത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നതാണ് ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം. അനുവർഷം സെപ്റ്റംബർ 1 സൃഷ്ടിയുടെ പരിപാലനത്തിനുള്ള പ്രാർത്ഥനാ ദിനവും അന്നു മുതൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 വരെ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ എക്യുമെനിക്കൽ സംരംഭമായ സൃഷ്ടിയുടെ കാലവും ആചരിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ലയോ 14 പാപ്പ ഈ മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിൽ എല്ലാ സൃഷ്ടികളോടുമുള്ള നല്ല ബന്ധത്തിലായിരിക്കാനും ദൈവത്തിന് പ്രിയപ്പെട്ടവരും സ്നേഹത്തിനും ആദരവിനും അർഹവുമായ സകല സൃഷ്ടികളുമായുള്ള നമ്മുടെ പരസ്പരാശ്രിതത്വം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുവാനുള്ള ക്ഷണം ഏകിയിരിക്കുന്നത്. പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം അടങ്ങിയ വീഡിയോ സെപ്റ്റംബർ 2 പരസ്യപ്പെടുത്തിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യവും പാപ്പ വ്യക്തമാക്കി. പ്രസ്തുത പ്രാർത്ഥനാ നിയോഗത്തിൽ പാപ്പ ഇപ്രകാരം പറയുന്നു: എല്ലാ സൃഷ്ടികളിലും ഞങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ അത് പൂർണ്ണമായി തിരിച്ചറിയുന്നതിലൂടെ ഞങ്ങൾക്ക് എല്ലാ രൂപങ്ങളിലും സാധ്യതകളിലും ജീവനെ പരിപാലിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനും നീ ഞങ്ങളെ ക്ഷണിക്കുന്ന പൊതുഭവനത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ഞങ്ങൾ അറിയുകയും ചെയ്യട്ടെ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മലയാളി സമൂഹത്തിനായി ഡുനാമിസ് പവർ റിട്രീറ്റ് നടത്തപ്പെടുന്നു. 2025 ഒക്ടോബർ മാസത്തിലാണ് 3 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്ത വചന പ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരിമത്രയാണ് ധ്യാനം നയിക്കുന്നത്. തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൻ്റെയും ഷിക്കാഗോ സെയിൻറ്റ് തോമസ് സീറോ മലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടിൻ്റെയും അനുഗ്രഹീത സാന്നിധ്യത്തിലാണ് ധ്യാനം നടക്കുന്നത്. 3 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനമാണ് ഫ്ലോറിഡയിലെ അമോറിസ് ക്രിസ്റ്റി ക്യാമ്പസിൽ നടത്തപ്പെടുന്നത്. പവർ ഡുനാമിസ് റിട്രീറ്റ് എന്ന് പേരിട്ട ധ്യാനം നയിക്കുന്നത് പ്രശസ്ത വചനപ്രഘോഷകനും ആത്മായ പ്രേക്ഷിതനുമായ ബ്രദർ സന്തോഷ് കരിമത്രയാണ്. ഒക്ടോബർ 10 മുതൽ 12 വരെയാണ് ധ്യാനദിനങ്ങൾ. ഒക്ടോബർ 10 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന ധ്യാനം ഒക്ടോബർ 12 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് സമാപിക്കുന്നത്. തൃശൂർ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഷിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോയ് ആലപ്പാട്ടും ധ്യാന ദിവസങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഡുനാമിസ് എന്ന വാക്കിന്റെ അർത്ഥം പവർ അഥവാ ശക്തി എന്നാണ്. വിശ്വാസികൾക്കായുള്ള ദൈവത്തിന്റെ കൃപാവര ശക്തി എന്ന് ഈ വാക്കിന് മലയാളം തർജ്ജമ നൽകുവാൻ സാധിക്കും. സത്യദൈവത്തിന്റെ അനന്തശക്തിയിലേക്ക് ദൈവജനത്തെ നയിക്കുവാനും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സാക്ഷികളാകുവാനും പരിശുദ്ധാത്മ ശക്തിയാൽ പൂരിതരാകുവാനും വേണ്ടിയാണ് ധ്യാനം നടത്തപ്പെടുന്നത്. കാത്തലിക് ഫോർമേഷൻ കാര്യപരിപാടികൾ കൂടുതലായി നടത്തപ്പെടുന്ന ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന അമോറിസ് ക്രിസ്റ്റി ക്യാമ്പസിൽ വർഷം തോറും സ്കൂൾ ഓഫ് നസറത്ത്, യുവജന ധ്യാനങ്ങൾ, നേതൃത്വ പരിശീലന ക്ലാസുകൾ, ആത്മീയ വളർച്ചാ ധ്യാനങ്ങൾ എന്നിവയാണ് നടത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് വേണ്ടിയാണ് കത്തോലിക്ക ക്രൈസ്തവീകതയിലൂന്നിയ ആത്മീയതയെ ലക്ഷ്യം വെച്ചുള്ള അമോറിസ് ക്രിസ്റ്റീസ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ ക്യാമ്പസിൽ വച്ചാണ് ഡുനാമിസ് പവർ റിട്രീറ്റ് നടത്തപ്പെടുന്നത്. തികച്ചും വിചിത്രമായ ഒരു ഭീഷണി കേസാണ് കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന നോബർട്ടൈൻ ആശ്രമ വൈദികർക്ക് നേരിടേണ്ടി വന്നത്. വിശുദ്ധ ബൈബിളിലെ വെളിപാട് ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന വിളറിയ കുതിരയുടെ പുറത്തിരിക്കുന്നവനും മരണത്തിന്റെ ദൂതനാണ് താനെന്നും സ്വയം അവകാശപ്പെട്ട് ആക്രമി സെയിന്റ് മൈക്കിൾസ് ആബിയിലേക്ക് മാരകായുധങ്ങളുമായി എത്തിച്ചേരുകയായിരുന്നു. ആക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്നും തെക്കുകിഴക്ക് നീങ്ങി 40 മൈലുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന സാന്ത അന്ന മലനിരകളിലെ സിൽവറാഡോ കാനലിലാണ് സെന്റ് മൈക്കിളിന്റെ നാമധേയത്തിലുള്ള ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ആശ്രമത്തിലേക്കാണ് മാരകായുധങ്ങളുമായി 38 വയസ്സുള്ള യുവാവ് 2025 ഓഗസ്റ്റ് മാസം എത്തിച്ചേർന്നത്. അതേസമയം ഇതിനു മുൻപ് ഇദ്ദേഹം ആബിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്ന ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീടാണ് ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന പ്രതി വൈദികനെ ഭീഷണിപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നു. 38 വയസ്സുകാരനായ അലബാമ സ്വദേശി ജോഷ മൈക്കൽ റിച്ചാർഡ്സനാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭീഷണിയെ തുടർന്ന് വൈദികൻ ആശ്രമ പരിധിയിൽപ്പെടുന്ന ഓറഞ്ച് കൗണ്ടിയിലെ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയും പിന്നീട് ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയുമാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയുടെ വാഹനത്തിൽ നിന്നും സുരക്ഷാ കവചങ്ങളും വോക്കി ടോക്കികളും കത്തികളും വാളും തോക്കും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും കണ്ടെത്തിയിരുന്നു.
അതേസമയം ഓറഞ്ച് കൗണ്ടിയിലെ താമസക്കാരോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ഓറഞ്ച് കൗണ്ടി ഷെരീഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായി എന്ത് തന്നെ കണ്ടാലും അധികാരികളെ അറിയിക്കുവാൻ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റൈഡർ ഓഫ് ദി പെയിൽ ഹോഴ്സ്, മൈക്കിൾ ദി ഏഞ്ചൽ ഓഫ് ഡെത്ത്, വെളിപാടിലെ വിളറിയ കുതിരയുടെ പുറത്തിരിക്കുന്നവൻ, മരണദൂതനായ മിഖായൽ മാലാഖ എന്നിങ്ങനെയാണ് പ്രതി സ്വയം തന്നെ വിശേഷിപ്പിച്ചത്. തന്റെ വിശേഷണത്തെ ചൊല്ലി ദൈവത്തിന്റെ കൊയ്ത്തുകാരനായാണ് താൻ വന്നതെന്നാണ് പ്രതിയായ ജോഷുവ റിച്ചാർഡ്സൺ പറയുന്നത്. ഓഗസ്റ്റ് 26 ആബിയിലെ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത ഇയാൾ ദിവ്യബലിക്ക് ശേഷം ആശ്രമത്തിലെ ഒരു വൈദികനെ പിന്തുടരുകയും ബലഹീനരെ കളകളിൽ നിന്ന് വേർതിരിക്കുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറയുകയുമുണ്ടായി. ഇയാളുടെ സംസാരത്തിൽ പന്തികേട് തോന്നിയ വൈദികൻ ഓറഞ്ച് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റിൽ പരാതിപ്പെടുകയായിരുന്നു. സംഭവത്തിൽ വിവിധ കുറ്റങ്ങൾ ചുമത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും സെപ്റ്റംബർ 4 സാന്ത അന്നയിലെ സെന്റർ ഓഫ് ജസ്റ്റിസ് ഇദ്ദേഹത്തെ കുറ്റാരോപിതനാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് കൗണ്ടി രൂപതയുടെ നിർദ്ദേശം പരിഗണിച്ച് ഓറഞ്ച് കൗണ്ടി ഷെരീഫ് ഡിപ്പാർട്ട്മെന്റ് ആശ്രമത്തിന് ചുറ്റുപാടുമുള്ളവയ്ക്കും സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1961 ഹംഗേറിയൻ നോബർട്ടൈൻ സഭാ വൈദികരാണ് ഹംഗറിയിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്ത് കാലിഫോർണിയയിൽ ആശ്രമം സ്ഥാപിച്ചത്. നോബർട്ടൈൻ സഭയിലെ വൈദികരും ബ്രദേഴ്സുമാണ് ആശ്രമത്തിലെ അന്തേവാസികൾ. ഒരു സെമിനാരിയും ആശ്രമത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട്. 2021 പഴയ സ്ഥാനത്ത് നിന്നും ആശ്രമം സിൽവറാഡോ കാനലിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ആഴിയുടെ അഗാധങ്ങളിൽ ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈശോയുടെ തിരുസ്വരൂപം ആഗോള ശ്രദ്ധ നേടുന്നു. ഇറ്റലിയിലെ തീരദേശ മേഖലയായ ലിഗൂറിയയുടെ സമീപം കടലിനടിയിൽ 60 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈശോയുടെ തിരുസ്വരൂപം ഇറ്റാലിയൻ അഗ്നിശമന സേന വൃത്തിയാക്കുന്നതാണ് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യു അഥവാ ആഴിയുടെ നാഥൻ എന്നറിയപ്പെടുന്ന യേശുക്രിസ്തുവിനെ കൊത്തിവെച്ചിരിക്കുന്ന സുപ്രസിദ്ധ തിരുസ്വരൂപം ശുചിയാക്കി ഇറ്റാലിയൻ മുങ്ങൽ വിദഗ്ധർ. ഇറ്റലിയിലെ സാൻ ഫ്രൂട്വാസോ ബേയിൽ ലിക്കൂരിയൻ തീരത്ത് കാമോഗ്ലി, പോർട്ടോഫിനോ എന്നിവയ്ക്കിടയിലാണ് ഈ രൂപം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റാലിയൻ പോലീസും തീരദേശ സംരക്ഷകരും നാവികരും മുങ്ങൽ വിദഗ്ധരും ചേർന്നാണ് ഈ രൂപം ശുചിയാക്കിയത്. വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് രൂപത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന ആൽഗകളും ബാക്ടീരിയ, ഫംഗസ് മുതലായവയെയും വെങ്കലത്തിൽ കൊത്തുപണി ചെയ്തിരിക്കുന്ന തിരുസ്വരൂപത്തിൽ നിന്നും നീക്കം ചെയ്തു. 2004 ഈ കർമ്മപരിപാടിക്ക് തുടക്കമിട്ടത്. വെങ്കല രൂപത്തിനോ ചുറ്റുപാടുമുള്ള ജലജീവജാലങ്ങൾക്കോ കേടോ നാശമോ വരുത്താതെയാണ് സ്റ്റാച്യു വൃത്തിയാക്കുന്നത്. ജലോപരിതലത്തിൽ നിന്നും ഏകദേശം 18 അടി താഴ്ചയിലാണ് ഈശോയുടെ ഈ രൂപം സ്ഥിതി ചെയ്യുന്നത്. മധ്യധരണ്യാഴിയിലെ ജലാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്രിസ്തുരൂപം മുങ്ങൽ വിദഗ്ധരുടെയും കയാക്കിംഗ് ചെയ്യുന്നവരുടെയും പ്രിയ സ്ഥാനങ്ങളിൽ ഒന്നാണ്. 2.5 മീറ്റർ നീളവും വെങ്കലത്തിൽ നിർമ്മിക്കപ്പെട്ടതുമായ ദി ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് എന്നു പേരുള്ള യേശുക്രിസ്തുവിന്റെ ഈ തിരുസ്വരൂപം ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആശീർവദിക്കുന്ന ഭാവത്തിലാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇറ്റാലിയൻ ശില്പിയായ ഗൈഡോ ഗലേറ്റിയാണ് ഈ രൂപത്തിന്റെ നിർമ്മാതാവ്. സ്റ്റാച്യുവിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം 1954 ഈ തിരുസ്വരൂപം കടലിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. സ്കൂബ ഡൈവിംഗിനിടെ മരണപ്പെട്ട ഇറ്റാലിയൻ മുങ്ങൽ വിദഗ്ധനായ ദാരിയോ ഗോൺസാറ്റിയെയും കടലിൽ മുങ്ങി മരിച്ചവർക്കും വേണ്ടിയാണ് ഈ തിരുസ്വരൂപം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രത്തിൽ മുങ്ങി മരണപ്പെട്ടവരോടുള്ള ഓർമ്മ സൂചകമായി കപ്പലിന്റെ വിവിധ ഭാഗങ്ങളായ പ്രൊപ്പല്ലർ, ഷിപ്പ് ബെൽ, മെഡലുകൾ കൂട്ടിച്ചേർത്താണ് ഈ വെങ്കല ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. 1954 ശേഷം പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ശില്പത്തിൽ ആൽഗകളും മറ്റ് ജലജീവികളും പറ്റിപ്പിടിച്ചു വളർന്നു. തന്മൂലം ഘടനാപരമായുള്ള കേടുപാടുകൾ രൂപത്തിന് സംഭവിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് 2003 ആഴിയുടെ നാഥനെന്നു പേരുള്ള യേശുക്രിസ്തുവിന്റെ ശില്പം ശുചീകരിച്ചതും പിന്നീട് 2004 പുതിയൊരിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചതും. ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യുവും പ്രദേശവും ഇന്ന് മുങ്ങൽ വിദഗ്ധരുടെ ശ്രദ്ധയാകർഷിക്കുന്ന പരിസര പ്രദേശമാണ്. മാത്രമല്ല സാംസ്കാരികതയും ആത്മീയതയും പങ്കുവയ്ക്കുന്ന ഒരിടം കൂടിയാണ് കർത്താവിന്റെ ഈ ശില്പവും സമീപ പ്രദേശങ്ങളും. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ അവസാന ശനിയാഴ്ച LED ടോർച്ചുകളുമായി ഒരു സംഘം മുങ്ങൽ വിദഗ്ധർ ജലാന്തർഭാഗത്തുള്ള ക്രിസ്തുരൂപത്തിനടുത്ത് എത്തിച്ചേർന്ന് ഓർമ്മ പുതുക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും പതിവാണ്. മാത്രമല്ല വർഷം തോറുമുള്ള ഈ ആചാരാനുഷ്ഠാനത്തിന് ശേഷം കടലിന്റെ തീരത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും പതിവുള്ളതാണ്. ക്രൈസ്റ്റ് ഓഫ് ദി ആബിസ് സ്റ്റാച്യുവിന്റെ ചെറുപകർപ്പ് സാൻ ഫ്രൂട്ടോസോ ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്ലോറിഡായിലും ഗ്രനേഡായിലും ലേക്ക് പാലുവിലും ഈ രൂപത്തിന്റെ പകർപ്പുകളുണ്ട്. 1954 കടലിലാഴ്ത്തിയ ക്രിസ്തുരൂപം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെയും കലാസാംസ്കാരിക ഒരുമയുടെയും പ്രതീകങ്ങളായി ഇറ്റലിയുടെ ലിഗൂരിയൻ തീരത്തുള്ള കടലിനടിയിൽ 70 വർഷത്തിന് ശേഷം ഇന്നും നിലനിൽക്കുന്നു. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.